എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് രണ്ട് ട്രയാങ്കിൾസ്, അതായത് രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ അല്ലെ എന്നറിയാനുള്ള മാർഗങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. അതായത് നമുക്കറിയാം ഒരു ത്രികോണം മറ്റൊരു ത്രികോണത്തിന് ഈക്വൽ ആണോ അല്ലെ എന്നറിയാനുള്ള പല മാർഗങ്ങളും നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കറിയാം ഒരു ത്രികോണത്തിന് 3 വശങ്ങളുണ്ട് അല്ലെ, 3 സൈഡുകൾ ഉണ്ടായിരിക്കും, അതുപോലെ 3 ആംഗിളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 3 സൈഡ്സും 3 ആംഗിൾസ് ഉണ്ടാവും ഒരു ത്രികോണത്തിന് അല്ലെ. അതായത് ഒരു ത്രികോണത്തിന് മൊത്തം 6 അളവുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്നറിയാൻ നമുക്ക് ഈ 6 അളവുകളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒത്തു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഈ 6 അളവുകൾ, ഇപ്പൊ ഒരു കോൺ മറ്റേ കോണായിട്ട് ഈക്വലാണോ, ഇപ്പുറത്തെ കോൺ ആ കോണായിട്ട് ഈക്വലാണോ, ഈ വശം ആ വശമായിട്ട് ഈക്വലാണോ അല്ലെ, അങ്ങനെ നമ്മൾ ഈ 6 അളവുകൾ നമ്മൾ ഒത്തു നോക്കേണ്ട ഒരു കാര്യമില്ല അല്ലെ. പകരം നാം എന്താ ചെയ്യാ, നമ്മൾ പ്രത്യേകമായ ചില കോണുകൾ അല്ലെങ്കിൽ ചില സൈഡുകൾ അത് എടുത്തിട്ട് നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിലെ എല്ലാ കോണും അതിലെല്ലാ കോണുകളോടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലെ എല്ലാ വശങ്ങളും അതിന്റെ വശങ്ങളോട് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ എല്ലാ അളവുകളും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്കറിയാം വീടുകളിൽ ഇപ്പൊ നമ്മൾ സാമ്പാർ വെക്കാന്ന് വിചാരിക്കാം. സാമ്പാർ ഇപ്പൊ അമ്മമാര് സാമ്പാർ വെക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള കഷ്ണങ്ങൾ ഉണ്ടാവും അല്ലെ. ചേന ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പച്ചക്കായ ഉണ്ടായിരിക്കും, മത്തൻ ഉണ്ടായിരിക്കും അല്ലെ, പലതരം പടവലം, അങ്ങനെ ഉരുളക്കിഴങ്ങ്, പല കഷ്ണങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ട് അവരിങ്ങനെ ഞെക്കി നോക്കുമോ, ഇത് വെന്തിട്ടുണ്ടോ, അത് വെന്തിട്ടുണ്ടോ, ഇത് വെന്തിട്ടുണ്ടോ എന്ന് വെച്ച് നോക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അവർക്കറിയാം, അവർ ഏറെക്കുറെ വേവായുമ്പോൾ അതിൽ നിന്നൊരു ചേനയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അവരൊന്ന് ഞെക്കി നോക്കും. അപ്പൊ അതറിയാം ബാക്കി സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അല്ലെ. അതല്ലെങ്കിൽ ഒരു പച്ചക്കായ എടുക്കും, പച്ചക്കായ ഒരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് അമർത്തി നോക്കും. അപ്പൊ അവർക്കറിയാം അങ്ങനെയാണെങ്കിൽ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടെന്ന് അറിയാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ത്രികോണങ്ങൾ നമ്മൾ ഓരോ അളവുകളും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്നറിയാൻ നാം 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നെന്താണ്, 3 സൈഡുകൾ അല്ലെ. അപ്പൊ ഒന്നാമത് നമ്മൾ പഠിച്ചു 3 സൈഡുകൾ ഈക്വൽ ആണോ, അതായത് സൈഡ്. അപ്പൊ 3 സൈഡുകൾ മറ്റൊരു ത്രികോണത്തിന് 3 സൈഡുകളായിട്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് 2 ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. രണ്ടാമത് എന്താണ് പഠിച്ചത്, രണ്ടാമത് നമ്മൾ പഠിച്ചു 2 സൈഡും അതിനിടയിലുള്ള കോണും അല്ലെ. ഇപ്പൊ 2 സൈഡും ഇപ്പൊ എങ്ങനെയാണെങ്കിൽ 2 സൈഡ് ആണെങ്കിൽ അതിനിടയിലുള്ള കോൺ, വേറെ ത്രികോണത്തിന്റെ 2 സൈഡിനും അതിനിടയിലുള്ള കോണിനും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. അതായത് 2 സൈഡ് അതിനിടയിലുള്ള കോൺ ആംഗിൾ കണ്ട, SAS ഇങ്ങനെ ഓർമ്മിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. 2 സൈഡും അതിനിടയിലുള്ള കോൺ കണ്ടില്ലേ. ഇനി പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, മൂന്നാമത് ഒരു സൈഡും അതിന്റെ അറ്റത്തുള്ള കോണുകളും അല്ലെ. അതായത് ഇപ്പോൾ ഒരു സൈഡ് അതിന്റെ അറ്റത്തുള്ള 2 കോണുകൾ, ഈ കോണും ഈ കോണും, വേറെ ത്രികോണം, അതായത് ഈ സൈഡും ഈ 2 കോണുകളും വേറെ ത്രികോണത്തിന്റെ ഒരു സൈഡിനോട് 2 കോണുകളോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതും ഈക്വൽ ട്രയാങ്കിൾസ് എന്നായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം അവിടെ, ആംഗിള് സൈഡ് ആംഗിൾ, അതായത് ഒരു സൈഡ് ആ സൈഡിന് 2 വശത്തുള്ള ആംഗിളുകൾ. അപ്പൊ ഇവ തുല്യമായി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസ് എന്തായിരിക്കും, ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നാം പഠിച്ചത്. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട് അല്ലെ. ഇതിൽ ആദ്യത്തെ ട്രയാങ്കിൾ ഒന്ന് എടുത്തു നോക്കാം. ഇതിന്റെ വശങ്ങളൊന്ന് നോക്കിയേ. ഇതിന്റെ വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, ഒന്ന് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്, അതായത് ഇതിന്റെ 2 വശങ്ങളുടെ നീളം തുല്യമാണ് അല്ലെ. അപ്പൊ ഒരു ത്രികോണം അതിലെ ഈ 2 വശങ്ങളും തുല്യമാണ്, മറ്റേത് വേറൊരു അളവാണ് അല്ലെ. ഇത് നോക്കിയേ, ഇതും അതുപോലെ തന്നെ ഒരു ത്രികോണം അതിലെ ഈ വശവും ഈക്വൽ അല്ലെ. അപ്പൊ ഇനി നമുക്ക് അവയുടെ കോണുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ ഇതിന്റെ കോണുകൾ ഒരെണ്ണം 70, ഒന്ന് 70 അല്ലെ, ഒന്ന് 40. അപ്പൊ ഈ കോണുകൾ നമ്മൾ നോക്കുമ്പോൾ കോണുകൾ 2 കോണുകൾ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമ്മൾ 2 വശങ്ങൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു, 2 കോണുകൾ നോക്കുമ്പോൾ അതും ഈക്വൽ ആണ്. ഇനി ഇവിടെയാണെങ്കിലോ 2 വശങ്ങൾ ഈക്വൽ ആണ്, 20, 80, 80, 2 കോണുകൾ ഈക്വൽ ആണ് അല്ലെ. ഇനി നമ്മൾ ഏത് കോണുകളാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഈ കോണും ഈ കോണും അല്ലെ. അപ്പൊ ഈ കോണുകൾക്ക് ഈ വശങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കിയേ. ഇപ്പൊ ഈ കോണിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം ഏതാണ്, ഇത് അല്ലെ, ഈ 6 സെന്റിമീറ്റർ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ 70 കോൺ. ഇനി ഈ 70യോ, ഇതിന്റെ ഓപ്പോസിറ്റ്, ഈ 6 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് അല്ലെ. അതായത് ഇവിടെ
ഈ രണ്ട് വശങ്ങൾക്ക്, അതായത് തുല്യമായ രണ്ട് വശങ്ങൾക്ക് എതിരെയുള്ള, അല്ല ഇതിന്റെ എതിരെയാണ് ഈ കോൺ അല്ലേ, അതുപോലെ ഈ വശത്തിനെതിരെയാണ് ഈ കോൺ. അപ്പൊ ഈ രണ്ട് കോണുകളാണ് ഈക്വൽ ആയിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഈ രണ്ട് കോണാണ് ഈക്വൽ അല്ലേ. ഈ കോണുകളെ എതിരെ കിടക്കുന്ന വശങ്ങൾ ഏതൊക്കെ നോക്കിയാൽ, ഈ കോണിന്റെ എതിരെ കിടക്കുന്ന വശം ഇത്, ഈ കോണിന്റെ എതിരെ കിടക്കുന്ന വശം ഇത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് അല്ലേ. അതായത് തുല്യമായ അളവുകളുള്ള രണ്ട് വശങ്ങൾ, ആ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്താണ്, ഈക്വൽ ആണ്. ഇത്തരം ത്രികോണങ്ങൾ നമ്മൾ ഒരു പേര് പറയും, ഐസോസെലസ് ട്രയാങ്കിൾസ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഐസോസെലസ് ട്രയാങ്കിൾസ്. ഇതിന് നമ്മൾ മലയാളത്തിൽ പറയും സമപാർശ്വ ത്രികോണങ്ങൾ. സമപാർശ്വ ത്രികോണം. അപ്പൊ ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അതായത് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ ആ ത്രികോണങ്ങളെ നാം എന്ത് പറയും, ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് പറയും. അപ്പൊ രണ്ട് വശം തുല്യമാണോ, അതെന്താണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ രണ്ട് വശം തുല്യമായി കഴിഞ്ഞാലോ രണ്ട് ആംഗിളുകളും തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? അത് ഏത് ആംഗിളുകളായിരിക്കും, ഈ വശങ്ങൾക്കെതിരെയുള്ള ആംഗിളുകളും തുല്യമായിരിക്കും. അപ്പൊ നമുക്കിനി എപ്പോഴും ഇത് ആവശ്യം പറഞ്ഞൊരു കാര്യമാണ്. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അതിൽ രണ്ട് ആംഗിളുകൾ തുല്യമായിരിക്കും. ഈ രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും, അല്ലാതെ ഈ ആംഗിൾ ഒരിക്കലും വരില്ല. മനസ്സിലായോ? ഈ ആംഗിൾ അല്ല, ഈ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണോ അത് രണ്ടും ഈക്വലും ആയിരിക്കും. അപ്പൊ ഇത്തരം ട്രയാങ്കിളിനെയാണ് നാം എന്ത് പറയാ, ഐസോസെലസ് ട്രയാങ്കിൾസ് അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്കാര്യം ഒന്ന് തിരിച്ചും പറയാം. ഇപ്പൊ നാം പറഞ്ഞു രണ്ട് വശങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ ഈക്വൽ ആവും എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ രണ്ട് കോണുകൾ ഈക്വൽ ആണെന്ന് വിചാരിക്കുക ഒരു ത്രികോണത്തിന്റെ, അങ്ങനെയാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ രണ്ട് കോണുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ വശങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവയ്ക്കെതിരെയുള്ള കോണുകളും ഈക്വൽ ആയിരിക്കും. ഇനി ഇത്തരം ത്രികോണങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. നമുക്കിത് ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ, അതായത് ഈ വശവും ഈക്വൽ. അതിനാണെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ ത്രികോണത്തിലെ ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡുകൾ അല്ലേ. ആ രണ്ട് സൈഡുകൾ തമ്മിൽ യോജിക്കുന്ന പോയിന്റ് ഏതാണ്, ഈ പോയിന്റ് അല്ലേ. ഇതിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, അതായത് ഈ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലംബം അല്ലെ, അതായത് 90 ഡിഗ്രി. ഇതിന് 90 ഡിഗ്രി വരുന്ന തരത്തിൽ നാം ഒരു വര ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇതിലേക്കൊരു ലംബം അല്ലെ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇതെന്തായിരിക്കണം, 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രിയിൽ ഞാൻ ഇങ്ങോട്ടൊരു വര വരച്ചു കഴിഞ്ഞാൽ ഈ വരച്ച വര നമ്മുടെ ഈ വശത്തെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അതായത് ഇത് എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഇതുണ്ടാവുക. അതായത് ഈ സൈഡിനെ ഈക്വൽ ആയിട്ട്, അതായത് നാം എന്ത് പറയും, ബൈസെക്ട് ചെയ്യുന്ന പറയും അല്ലെ, അതായത് സമഭാഗം ചെയ്യും. അപ്പൊ ഈ വശത്തെ സമഭാഗം ചെയ്യും, തുല്യമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അത് മാത്രമല്ല ഈ ആംഗിളിനെയും തുല്യമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഈ ആംഗിൾ ഇപ്പൊ ഒരു 40 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും, ഇത് 20, ഇത് 20. മനസ്സിലായല്ലോ? അതായത് ഇത് നമുക്ക് ഇനി അങ്ങോട്ട് പ്രൂവ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ട് വരും. പല ചോദ്യങ്ങളും ഇത് കടന്നു വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം. ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ കോർണറിൽ നിന്ന് അല്ലെ, അപ്പൊ ഈ ആംഗിളിൽ നിന്ന് വരയ്ക്കുന്ന ഒരു ലംബം, അതായത് പെർപെൻഡിക്കുലർ, ഇതിനെ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. അത് മാത്രമല്ല ഈ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും, കൃത്യം രണ്ടാക്കി മുറിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതെപ്പോഴും മനസ്സിൽ വെക്കാം. ഇപ്പോൾ നമ്മള് ഒരു ത്രികോണത്തിൽ രണ്ട് വശങ്ങൾ തുല്യമായാൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഇനി ഒരു ത്രികോണത്തിൽ 3 വശങ്ങൾ തുല്യമായി കഴിഞ്ഞാലോ, അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ത്രികോണം നോക്കിയാൽ ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും ഈക്വൽ ആണ്. മനസ്സിലായോ? ഇത് 10 ആണെങ്കിൽ ഇത് 10, ഇതും 10. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന അല്ലെ കോണുകൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, ഇതിന് ഈക്വൽ സൈഡുകളാണ് 3 അല്ലെ. അപ്പൊ അവയ്ക്കെതിരെയുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിൾ, ഇതിന് ഓപ്പോസിറ്റിൽ ഈ ആംഗിൾ, ഇതിന് ഓപ്പോസിറ്റിലെ ഈ ആംഗിൾ, ഇതിന് ഓപ്പോസിറ്റിലെ ഈ ആംഗിൾ, ഇത് 3 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര വരും? നമുക്കറിയാം മൊത്തം എത്ര ആംഗിളാണ്, മൊത്തം 180 ഡിഗ്രിയാണ് അല്ലെ. 180 ഡിഗ്രി, ഇത് 3 ഈക്വൽ, അതായത് ബൈ 3. അപ്പൊ എത്ര വരും, 60 ഡിഗ്രി അല്ലെ.
അതായത് ഇത്തരം ത്രികോണങ്ങളെയാണ്, അതായത് 3 സൈഡുകളും ഈക്വലായ ത്രികോണങ്ങളെയാണ് നാം എന്ത് പറയുക? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക. മനസ്സിലായല്ലോ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. അപ്പൊ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ മലയാളത്തിൽ പറയും സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം. മറ്റേത് സമപാർശ്വ ത്രികോണം. പേരുകളൊക്കെ ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡുകളും ഈക്വലായ ത്രികോണങ്ങൾ നാം ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പൊ 3 സൈഡും ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 3 കോണുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ? ഇനി കോണുകളുടെ അളവ് എത്രയായിരിക്കും? അതായത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിലെ കോണളവ് എത്രയായിരിക്കും? 60 ഡിഗ്രി അല്ലേ? അപ്പൊ എപ്പോഴും 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നാം ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 32-ൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം അല്ലെ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി അതർ ആംഗിൾസ് ഇൻ ഈച്ച് ഓഫ് ദി ഐസോസെലസ് ട്രയാങ്കിൾസ് ബിലോ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഐസോസെലസ് ട്രയാങ്കിൾ, അതായത് സമപാർശ്വ ത്രികോണം. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ നമുക്ക് ഒരു ആംഗിൾ എന്നാൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ത്രികോണങ്ങളിലെ ഈ ബാക്കി 2 കോണുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും അല്ലെ? 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും, അവയ്ക്കെതിരെയുള്ള ആംഗിളുകൾ അപ്പൊ ഈക്വൽ ആയിരിക്കും. ഇത്രയുള്ള കാര്യം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ 2 വശങ്ങൾ ഈക്വൽ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഈക്വലായ വശങ്ങൾ ഏതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഏതാണ് 2 ഈക്വലായ വശം? തുല്യമായ നീളത്തിലുള്ള വശം ഏതൊക്കെയാണ്? ഇത് 2 അല്ലെ? ഈ 2 വശങ്ങളാണ് നമുക്ക് ഈക്വൽ ആയിട്ട് കാണുന്നത് അല്ലെ? അപ്പൊ ഈ 2 വശങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ 30. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയായിരിക്കും? ഇതും 30 ഡിഗ്രി ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, ഈ കോൺ എത്രയായിരിക്കും? 180-ൽ നിന്ന് 30 + 30 അല്ലെ? 60 കുറച്ചാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. ABC അല്ലെ? അപ്പൊ ഈ സി എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബിക്ക് ഈക്വൽ ആയിരിക്കും. എന്താണ് കാരണം? ഇത് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഈക്വൽ ആവുന്നത്. അപ്പൊ ഈ 2 ആംഗിൾ ഈക്വൽ, അതായത് 30 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ എ കിട്ടണം അല്ലേ? ആംഗിൾ എ കിട്ടണം എന്ത് ചെയ്യണം? ആംഗിൾ ഈസ് ഈക്വൽ ടു മൊത്തം 180. അപ്പൊ 180-ൽ നിന്ന് ഏതൊക്കെ കുറയ്ക്കണം? ഇത് രണ്ടും കൂട്ടിയത് കുറയ്ക്കാം അല്ലെ? -30 + 30 ഈക്വൽ ടു 180-ൽ നിന്ന് 60 കുറച്ചാൽ എത്ര വരും? 180-ൽ നിന്ന് 60 കുറച്ചാൽ 120 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് കിട്ടി 120. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 40 ഡിഗ്രി വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ ഏതാണ് 2 വശങ്ങളാണ് ഈക്വൽ ആയിട്ട് വരാ? നമുക്ക് കാഴ്ചയിൽ തന്നെ അറിയാം അല്ലെ? ഈ 2 വശങ്ങളാണ് ഈക്വൽ അല്ലെ? അപ്പൊ ഈ വശവും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്കെതിരെയുള്ള കോണുകളാണ് ഈക്വൽ ആവുക അല്ലെ? അപ്പൊ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത്, ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിതിന് ABC തന്നെ പേര് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ആംഗിൾ ബിയും ആംഗിൾ സിയും ആയിരിക്കും ഈക്വൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ബി സീക്വൽ ടു ആംഗിൾ സി. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സീക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 180-ൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടി കൂട്ടിയത് കിട്ടും അല്ലെ? അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ മതി. അതായത് 180 -40. അപ്പൊ ഈ ആംഗിൾ പോയി കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയതിന്റെ ആംഗിൾ കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഇതിന് കുറച്ചതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണെന്ന് ചെയ്തു ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ആദ്യം കുറക്കുക, അതിനുശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? സീക്വൽ ടു 180 40 കുറച്ചാൽ 140 140/2, അതായത് 70 ഡിഗ്രി. കണ്ട? അപ്പൊ ഓരോന്നും നമുക്ക് എത്ര ഡിഗ്രി വെച്ച് കിട്ടും? 70 ഡിഗ്രി. ഇവിടെ നോക്കിയേ, ഇതും ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഏത് വശം ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾ ഏതാണ്? നമുക്ക് നെറ്റ് നടത്തിയിട്ട് അറിയാം. ഇത് നീളമുള്ള വശമാണ് അല്ലെ? അപ്പൊ ഈ വശവുമാണ് ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ കോണും ഇതിന് ഓപ്പോസിറ്റുള്ള ഈ കോണും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരും? നമ്മൾ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെയും നമുക്ക് ABC കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും അല്ലെ? ആംഗിൾ എ സീക്വൽ ടു ആംഗിൾ സി സീക്വൽ ടു ഇതിന് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ കണ്ട അതേപോലെ തന്നെ മൊത്തം 180. അപ്പൊ 180-ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 100-ന് ആദ്യം കുറയ്ക്കാം അല്ലെ?
അപ്പം നമുക്കൊരു ഉത്തരം കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാം. 180 - 100/2 ഒറ്റയടിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സീക്വൽ ടു 180 100 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടി? 80/2 സീക്വൽ ടു 40 ഡിഗ്രി. അപ്പോൾ ഇത് 40 ഡിഗ്രി വെച്ച്. ഇനി ഇത് നോക്കിയേ, ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് അളവുകളൊന്നും തന്നിട്ടില്ല അല്ലേ? ഇനി നമ്മളിവിടെ കണ്ടുപിടിച്ച എല്ലാ അളവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കി ഇങ്ങനെ കണ്ട നമുക്കറിയാം അല്ലേ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. മറ്റേതിങ്ങനെ വളച്ചിട്ടിട്ട് നമ്മുടെ അളവ് എഴുതും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് 90 ഡിഗ്രി ആണ്, ഇത് മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഇത് രണ്ടത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ വശം ഈ വശം, ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതും ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതും, ഇത് രണ്ട് ഈക്വൽ, ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്കിവിടെ PQR ABC എന്നാ PQR എന്ത് വേണമെങ്കിൽ കൊടുത്തോ. എന്ത് വരും? ആംഗിൾ പിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾ P സീക്വൽ ടു ആംഗിൾ R സീക്വൽ ടു അങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്. മൊത്തം 180 മൈനസ് ഇവിടെ കണ്ട ഇവിടെ 90 ആണ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം -90/2. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 180 - 90 90/2 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. അപ്പോൾ ഇത് 45, ഇതും 45 ഡിഗ്രി. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? One angle of an isosceles triangle is 120 degree. What are the other two angles? അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, ഒരു സമപാർശ്വ ത്രികോണം, അതിൻ്റെ ഒരു ആംഗിൾ, ഒരു കോൺ 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു കോണുകൾ എത്രയാണ് എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകം നമുക്കറിയാലോ, എന്താണ്? 2 സൈഡുകൾ ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 അതിനോപ്പോസിറ്റുള്ള കോണുകളും ഈക്വൽ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഈ 2 സൈഡുകളും ഈക്വൽ. ഇതിലെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മറ്റു ആംഗിളുകൾ എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയായിരിക്കും? നാം നേരത്തെ ചെയ്ത് നിർത്തി അല്ലേ? നാം കഴിഞ്ഞ ചോദ്യങ്ങളിൽ ചെയ്തു. എങ്ങനെയാണ് ചെയ്യാം? നമുക്കറിയാം ഇതും ഈക്വൽ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ 2 കോണുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം മൊത്തം 180 ഡിഗ്രി അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടും? ഇപ്പോൾ ഇതിന് ABC എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ബിയും സിയും ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾ B സീക്വൽ ടു ആംഗിൾ C. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടും? 180 നിന്ന് 120 കുറയ്ക്കാം അല്ലേ? സീക്വൽ ടു 180, മൊത്തം 180 ആണ്, അതിൽ നിന്ന് നമ്മൾ 120 കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി അല്ലേ? 60 കിട്ടി. 60ന് എന്ത് ചെയ്യണം? നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇത് 2 ആളുണ്ട്, അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടി 60/2 സീക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ അതല്ലെങ്കിൽ നോക്കിയാൽ നമുക്ക് ഒറ്റയടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്കാൻ 180 - 120/2 അല്ലേ? നമ്മൾ ആംഗിൾ B സീക്വൽ ടു ആംഗിൾ C, ഓരോ ആംഗിളും കണക്കാക്കാൻ എന്ത് ചെയ്യണം? 180 120 കുറിച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 60/2 സീക്വൽ ടു 30 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ദി പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് ദി സെന്റർ ഓഫ് എ സർക്കിൾ ആൻഡ് 2 പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ ചിത്രം എന്താണ്? ഒരു വൃത്തത്തിന്റെ സെന്ററും പിന്നെ സർക്കിളിലെ 2 പോയിന്റുകൾ ഇവ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന ട്രയാങ്കിൾ ആണ് വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദി അതർ 2 ആംഗിൾസ്. ഇതിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, മറ്റു 2 ആംഗിളുകൾ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൽ ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? ഇത് സർക്കിളിലെ 2 പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ട പിടിവള്ളി. ഈ 2 പോയിന്റുകൾ സർക്കിളിലെ പോയിന്റുകളാണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ഇത് O, പിന്നെ AB എന്ന് PQ എന്നതിന് കൊടുക്കാം. PQ എപ്പോഴും AB ആകുമ്പോൾ PQ ഒരു വിഷമാവും അല്ലേ? അപ്പോൾ നമ്മളിത് PQ എന്ന് കൊടുത്തു. ഇപ്പം നോക്കിയേ, ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി അല്ലേ? ട്രയാങ്കിൾ OPQ, ട്രയാങ്കിൾ OPQ, ഈ ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിയാൽ, ഇവിടെ 60 ഡിഗ്രി അല്ലേ? ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് നോക്കിയാൽ, ഒരു സൈഡ് ഇത് OP, ഒന്ന് OQ, അടുത്ത് PQ.
ഈ സൈഡുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഒന്നുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ തോന്നണം. എന്താ സംഭവം? ഇത് ഒരു ഒരു സർക്കിളിലെ 2 പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് സർക്കിളിലെ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ, ആരമാണ്. ഒ ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സർക്കിളിലെ റേഡിയസ് ആണ്, ആരമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിൾ ആരങ്ങൾക്ക് തുല്യ നീളമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒ പിയും ഒ ക്യൂയും ഈക്വൽ ആയിരിക്കും. പിടുത്തം കിട്ടിയില്ലേ? അതായത് ഈ സർക്കിളിലെ ഒ പി സീക്വൽ ടു ഒ ക്യു എന്താണ്? അത് രണ്ടെന്താണ്? റേഡിയസ്. അപ്പൊ സർക്കിളിലെ റേഡിയസ് ആണ് ഇത് രണ്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തുല്യമാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും തുല്യമായി കഴിഞ്ഞാൽ അവയ്ക്കെതിരെയുള്ള അവയ്ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഇത് എന്ത് ത്രികോണമായി മാറി? ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ട്രയാങ്കിൾ ഒ പി ക്യു ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ. ത്രികോണം ഒ പിക്ക് ഒരു സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാലോ അല്ലെ. ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും. ആംഗിൾ പി സീക്വൽ ടു ആംഗിൾ ക്യൂ സീക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം 180. നമ്മൾ ചെയ്ത പോലെ തന്നെ 180-ൽ നിന്ന് 60 കുറയ്ക്കുക അല്ലേ. 60 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 180 മൈനസ് 60 120/2 സീക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിളുകൾ ഓരോന്നും 60 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 60, ഇത് 60, അതായത് 3 ആംഗിളുകളും 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിന് മറ്റൊരു പേര് പറയുമ്പോൾ നമ്മൾ 3 ആംഗിളുകളും തുല്യമായി കഴിഞ്ഞാൽ എന്ത് പറയും? ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ, സമഭുജ ത്രികോണം എന്ന് പറയും. അപ്പോൾ ഇനി അതിൽ കുറച്ച് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.